ആദ്യം സംസാരിച്ചിരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പേരെന്താണ്? രാജേന്ദ്രൻ. അല്ലേ, ഞാനേ നമ്മൾ ഇന്ന് ഈ പ്രണയ ദിനമാണ്, വാലന്റൈൻസ് ഡേ. അങ്ങനെ ഒരു സംഭവമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അപ്പച്ചന്റെ ഒരു യൗവന കാലങ്ങളിലൊക്കെ? പ്രണയദിനം എന്ന് പറഞ്ഞ് പണ്ട് ഉണ്ടാകുന്ന എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ ഞാൻ ഇന്ന് എന്റെ അനിയനുടെ അവൻ പറഞ്ഞിരുന്ന പ്രണയദിനമാണ്. അതാണ് ഞാൻ ഈ ഫോട്ടോ ഒക്കെ എടുക്കിട്ടത്. അപ്പോഴാണ് അവൻ പറയുന്നത് ഇന്ന് പ്രണയദിനമാണ് എന്നവൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രണയിക്കാൻ ഒരു ദിവസത്തിന്റെ ആവശ്യമുണ്ടോ? ഞാനും പ്രണയിച്ച് എന്നെ വിവാഹം ചോദിച്ചത്. ആണോ? അടിപൊളി. എങ്ങനെയായിരുന്നു പ്രണയം? ഇന്റർ കാസ്റ്റ് മാരേജ്. ഞാൻ ഷെഡ്യൂൾഡ് കാസ്റ്റ്, എന്റെ ഭാര്യ കാർപ്പന്റർ. ഇന്റർ കാസ്റ്റ് മാരേജ് ഞാനും ചെയ്തത്. വീട്ടിൽ വിപ്ലവം ഉണ്ടായിരുന്നോ? എന്നെ വെളിയിലാക്കി കളഞ്ഞു. ആണോ? വീട്ടിൽ നിന്ന് പുറത്താക്കി? വീട്ടിൽ നിന്ന് പുറത്താക്കി. പ്രണയദിനത്തിൽ ഒരാളെ എനിക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? കവിതാക്കളൊന്നും വേണ്ട. ഞാൻ വിട്ടില്ല. ഞാൻ വിളിച്ചു എന്റെ മാമന്റെ അവിടെ കൊണ്ടു. മാമന്റെ അവിടെ പേര് അതുകൊണ്ട് സീറ്റ് തന്നു ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഞാൻ ഇന്നും ഈ മരിച്ചിട്ട് ഇന്ന് 17 ദിവസമായല്ലോ. ആണോ? 85 വയസ്സ് അവർക്ക്. എനിക്ക് 102 വയസ്സ്. അതാണ് 92 വയസ്സ്. 92 വയസ്സുള്ള പേര് നമ്മളോട് വിട്ടു. രാജേന്ദ്രൻ. രാജേന്ദ്രൻ ചേട്ടന്റെ ഒരു പ്രണയം നമുക്ക് ചോദിക്കണം. ഈ എവിടെ വെച്ചായിരുന്നു കൂടിക്കാഴ്ച? അമ്മച്ചിയുടെ പേരെന്തായിരുന്നു? അടുത്തടുത്ത് വീടാണ്. അടുത്തടുത്ത് വീടായിരുന്നു. അപ്പൊ അതെങ്ങനെയാ? സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് മുട്ടിട്ടോ പ്രണയതോ മെല്ലെ മെല്ലെ മെല്ലെ? അല്ല, ഞാൻ സ്കൂളിൽ പോയി ഞാൻ PDC വരെ പോയിട്ടുള്ളൂ. പിന്നെ പ്രീ ഡിഗ്രി ഇന്നത്തെ +1 +2. അതെ, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു അന്ന്. അമ്മച്ചിക്ക് അവിടെയായിരുന്നു പഠിച്ചത്? പുള്ളിക്കാരി അവിടെയായിരുന്നു പഠിച്ചത്? അല്ല, അത് പഠിച്ചതൊന്നുമില്ല, പഠിത്തവേ ഇല്ല. ഉള്ള കാര്യം പറയാം. ഈ പെൻഷൻ വാങ്ങുന്നത് ശ്രീ എന്ന് ഉൾപ്പെടെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ശ്രീ അത് അങ്ങനെയാണ് ഒപ്പിട്ട് പൈസ വാങ്ങുന്നത്. പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. പേരെന്തായിരുന്നു അമ്മച്ചിയുടെ? ഗോമതി അമ്മ. ഗോമതി അമ്മ. ഓക്കെ. എന്തായാലും ഗോമതി അമ്മ ഇപ്പൊ എല്ലാം ഇങ്ങനെ കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതാം. അപ്പം എത്ര കാലം പ്രണയിച്ചു? അത് ദിവസവും വീട്ടിൽ വരും. പാവപ്പെട്ട ഒരു കുടുംബമാണ്. അമ്മ വീട്ടിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അച്ഛനും ഇവിടെ അല്ല. അച്ഛൻ മാവേലിക്കര, അല്ല ഇവിടെ കരുനാഗപ്പള്ളിക്ക്, അല്ല തമിഴ്നാട്, തമിഴനാണ്. ഈ കുട്ടി ജനിച്ചതിന് ശേഷം അത് കളഞ്ഞിട്ട് തള്ള പൊട്ടിയാണ്. ഈ പെണ്ണിന്റെ അമ്മ അത് വീട്ടിൽ ജോലിക്ക് പോകും. അങ്ങനെ ഇവിടെ ദിവസവും വീട്ടിൽ വരും. എന്റെ അച്ഛൻ തമാസന് പറഞ്ഞേ, നീ ഇവിടെ വരണത് എന്റെ മോനെ തട്ടിക്കൊണ്ട് പോകണോ? എന്റെ അച്ഛൻ കളിക്ക് ചോദിക്കുമായിരുന്നു. ചോദിച്ചു. അപ്പോഴേ ഇവിടെ വലിയമ്മ കുഞ്ഞമ്മമാര് വീട്ടിനടുത്താണ്. ഞാൻ 24 വയസ്സായി എനിക്ക്. അവർക്ക് 18 വയസ്സായി. അപ്പൊ ഇവളുടെ വലിയമ്മ എന്നോട് പറഞ്ഞു, എടാ നിനക്കൊരു പെണ്ണിനെ ഞാൻ നോക്കിയിട്ടിരുന്നു, നിനക്ക് വേണം നോക്ക. ഞാൻ പറഞ്ഞു ആരാണ്? ഗോമയമ്മ. ഓക്കെ, അവര് പിടിച്ച അന്ന് എന്റെ കൈ തന്നാണ്. അപ്പൊ വീട്ടിൽ എന്റെ പേരിൽ പണക്കമായിരുന്നു. വീട്ടിൽ അങ്ങനെയാണ് ഞാൻ വിളിച്ച ധാരം പേര് മാമന്റെ അവിടെ. മാമനോട്ട് കൊണ്ടേ എത്ര ആള് കണ്ടേ പിണക്കൊക്കെ മാറി? അത് കുഞ്ഞിനെ എന്റെ മൂത്ത മകൾക്ക് ഒരു 6 മാസമായപ്പോഴേ എന്റെ അച്ഛൻ എന്നെ വിളിച്ചു. അച്ഛൻ എന്റെ വലിയ കാര്യമാണ്. അച്ഛനെ വിളിച്ചത് അങ്ങനെയാണ് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നിട്ടോ അമ്മയ്ക്ക് ഇഷ്ടമില്ല. അമ്മ ഇതിനിടയ്ക്ക് എന്തോ പെണ്ണ് കണ്ട് ഞാൻ പറഞ്ഞടാ എന്നോട് പറഞ്ഞു, ഈ പെണ്ണ് നിനക്ക് കല്യാണം ഒരു കല്യാണത്തിന് പോയപ്പോഴാണ്. അത് ബന്ധം തന്നെ. ഞാൻ പറഞ്ഞു നിങ്ങളെ കഴുത്തിൽ കെട്ടിയിട്ടോണ്ട് നടക്കാൻ പറഞ്ഞിട്ട് ഞാൻ കളഞ്ഞിട്ട് പോയി. ഈ ലോകത്തെ ഏറ്റവും ഭംഗിയാർന്നത് പ്രണയാന്നൊക്കെ പറയും, അങ്ങനെയൊക്കെയാണോ? പ്രണയത്തിനെ ജയിക്കാൻ വേറെ ഒന്നുമില്ലെന്നുള്ളതാണ് എന്റെ. കാരണം പ്രണയിച്ച് പോയാൽ പ്രണയത്തിനായിരിക്കണം. അല്ല പ്രണയിച്ച് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് പ്രണയിച്ചിട്ട് കളയുന്ന അത് ശരിയല്ല. അല്ലേ? നമ്മുടെ ഒരു കുട്ടിയാണ് നമ്മുടെ കാര്യം കണ്ടിട്ട് കളിച്ച് പറഞ്ഞു ശരിയാണോ? പ്രണയം അത് എന്നും നിലനിൽക്കണം. എന്നും നിലനിൽക്കണം. അതാണ് ജീവിതത്തിലെ
ആദ്യത്തെ ഒരു അതായത് എന്ത് പറയാ മനസ്സിൽ സന്തോഷമുള്ള ഒരു കാര്യം അല്ലേ? കാര്യമാണ്. അപ്പൊ എന്തായാലും രാമചന്ദ്രൻ ചേട്ടന് ഒരു പ്രണയം ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഇല്ല, വേറെ ആർക്കും പോയിട്ടില്ല. അതല്ല കല്യാണം. അല്ല എന്നെ സ്നേഹിച്ച് ഒരുപാട് കുട്ടി അന്ന് നല്ല ഗ്ലാമറായിട്ടിരുന്നു. റോമിയായിരുന്നു. ഏത് പെൺപിള്ളേർ എന്നെ കണ്ടാലും നോക്കാതെ പോവില്ല. ഈ ചിരി കണ്ട ആരോ നോക്കാതിരിക്കുക. അങ്ങനെ ജീവിതം ഇപ്പോഴും 92 നിൽക്കുന്നു. ഇപ്പോഴും ഗ്ലാമറാണ്, ഒരു കുഴപ്പമില്ല. ഇപ്പോഴും എന്താ പ്രശ്നം? ഇപ്പോഴും പിന്നെ ബലക്കുറവുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും പ്രായമായതിന്റെ കുറച്ച് പ്രശ്നം. അത് സാരില്ല, മനസ്സിന് പ്രായമാവതിരുന്നത്. അല്ല, മനസ്സിൽ പ്രായമാവാൻ മരിക്കുന്നവരെ ഞാനൊക്കെ ആയിരിക്കും. അതാണ്, അത് മതി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം രാമചന്ദ്രൻ ചേട്ടാ ഈ പ്രണയദിനത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞത് കേട്ടോ. ഇപ്പോഴത്തെ കുഞ്ഞു പ്രണയിതാക്കളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം നമുക്ക് പറയാൻ നോക്കില്ല. എന്താ പറയാ, അതിന്റെ കാര്യം കാണാൻ വേണ്ടി കൊണ്ട് പോണവരുണ്ട്. കാര്യം കണ്ട പടി അടിച്ച് കളിച്ച് പോകുന്നവരുണ്ട്. പിന്നെ ചിലവര് മനസാക്ഷിയുള്ളവര് രണ്ടുപേരും ഒന്നുപോലെ ജീവിച്ചാൽ ഒരു കുഴപ്പവുമില്ല. അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോട്ടെ. അടുത്ത ആൾക്കാരോട് ചോദിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ. രാമചന്ദ്രൻ ചേട്ടൻ പൊളിയാണ്. ഈ 92-ാം വയസ്സിലും പ്രണയത്തിന്റെ മധുരം അത് നിലനിർത്തുന്നു എന്നുള്ളതാണ്